നമസ്കാരം, ഞാൻ അനൂപ് അഗ്നിശർമ്മൻ ആറ്റിങ്ങൽ. നമ്മളിന്ന് പൂർവജന്മ കർമ്മയിൽ നാം കാരണം മരണമടഞ്ഞ് പോയ ആത്മാക്കളുടേതായ ശാപം കൊണ്ട് ഈ ജന്മത്തിൽ ജനിക്കുന്ന കർമ്മകാര്യങ്ങളെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അതായത് പിതൃശാപം, ആത്മാക്കളുടേതായ ശാപം വാങ്ങി ജനിക്കുന്ന ജാതകം എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും, അതിൻ്റെ ഒരു മെത്തേഡാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ജാതകത്തിൽ പുണ്യം നിറയുന്ന നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം. അപ്പോൾ രോഹിണി നക്ഷത്രത്തിൻ്റെ 2-ാം പാദത്തിലാണ് പുണ്യം നിറയുക. അപ്പോൾ രോഹിണി നക്ഷത്രത്തിന് 2-ാം പാദത്തിൽ ഒരു ആത്മാവ് ഇവിടെ പിറക്കുന്നുവെങ്കിൽ അവർ മുജ്ജന്മത്തിൽ ഒരുപാട് പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടുള്ള ആത്മാക്കളാവും ഇതേപോലെ പിറക്കുക. അനിഴം നക്ഷത്രത്തിൻ്റെ 4-ാം പാദത്തിൽ ഒരാത്മാവ് ഇവിടെ പിറക്കുന്നുവെങ്കിൽ ആ ആത്മാവ് മുജ്ജന്മത്തിൽ വളരെയേറെ ദോഷകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഈ ആത്മാവ് ഒരു കൊലപാതകം ചെയ്യുകയോ ഈ ആത്മാവ് കാരണം മുജ്ജന്മത്തിൽ ആരെങ്കിലും മരണപ്പെടുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ ഈ രോഹിണി നക്ഷത്രത്തിൽ പുണ്യവും അനിഴം നക്ഷത്രത്തിൽ പാപകർമ്മങ്ങളും കുടികൊള്ളും. അപ്പോൾ നമ്മളുടെ ജാതകത്തിൽ അനിഴം നക്ഷത്രത്തിൽ ഒരു ഗ്രഹം നിൽക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ആത്മാവ് മുജ്ജന്മത്തിൽ ഒരു ഹത്യ ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് 4-ാം പാദത്തിൽ. അപ്പോൾ അനിഴം നക്ഷത്രത്തിലേക്ക് ഒരു ആത്മാവ് ഇങ്ങോട്ട് പിറന്നാൽ അവർ ഉയരത്തിലേക്ക് വരും തോറും എന്ത് പറ്റും, ഓരോരോ പ്രശ്നങ്ങൾ അവർക്ക് വന്നുകൊണ്ടിരിക്കും. ഡെവലപ്പാകുന്ന കാര്യങ്ങൾക്കൊക്കെ തന്നെയും പ്രശ്നങ്ങൾ, കുടുംബജീവിതത്തിൽ ക്ലേശാനുഭവങ്ങൾ, ലൈഫിൽ സംശയാസ്പദമാകുന്ന പല പ്രശ്നങ്ങളായി. ഇവർ നിരപരാധികളായിരിക്കും, പക്ഷേ പേരുദോഷം കേൾക്കാവുന്ന സാഹചര്യങ്ങൾ, കടം സംബന്ധിച്ച പ്രശ്നങ്ങൾ, ഇതൊക്കെ ഇവർക്ക് ഫേസ് ചെയ്യാനായിട്ട് ഇടയാകും. എന്താ? ആ കർമ്മശാപത്തിൻ്റെ ഫലം. ജാതകം നോക്കുമ്പോൾ ഗ്രഹങ്ങൾ അവിടെ നിൽക്കുന്നു, അനുകൂലത്തിൽ നിൽക്കുന്നു, പക്ഷേ നമ്മുടെ കർമ്മ എന്ന് പറയുന്നത് നമുക്ക് പ്രതികൂലമായിട്ടായിരിക്കും നിൽക്കുക. അപ്പോൾ അനിഴം നക്ഷത്രം, വ്യതിപാത നാമയോഗം, വൈദ്യുതി നാമയോഗം, അമാവാസി തിഥി, ഇതൊക്കെ തന്നെയും ശാപകർമ്മങ്ങൾ ചെയ്ത ആൾക്കാർ പുനർജനിക്കും. അപ്പം നാമയോഗങ്ങളെന്ന് പറയുന്നത് നമ്മളുടെ ജാതക അല്ലെങ്കിൽ ഗ്രഹനില എടുത്ത് നോക്കുമ്പോൾ അതിലെഴുതിയിട്ടുണ്ടാകും ബുധനാഴ്ച, അശ്വതി നക്ഷത്രം, പന്നിക്കരണം, സാധ്യനാമ നിത്യയോഗം, ഇങ്ങനെയൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ അതിനകത്ത് നാമയോഗങ്ങളിൽ വൈദ്യുതി നാമയോഗം, നിത്യയോഗം, വ്യതിപാതം നാമയോഗം അല്ലെങ്കിൽ നിത്യയോഗം, ഈ യോഗങ്ങളിൽ ഒരു ആത്മാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മുജ്ജന്മത്തിൽ നിങ്ങൾ കാരണം ഒരു ഹത്യ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഒരു നിഴൽ പോലെ നമ്മളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ കാര്യങ്ങളൊന്നും അനുകൂലമാകത്തില്ല. നമ്മൾ എന്ത് കാര്യത്തിന് പോയെന്ന് പറഞ്ഞാലും ഒരു കർമ്മം അവിടെ ബാധിച്ച് നമുക്കതിനകത്തൊരു തൊന്തരവ് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് അവിടെ തരും. അതുപോലെ തന്നെ ഈ വൈദ്യുതി നാമയോഗം, കർണൻ പറഞ്ഞ നാമയോഗമാണ് വൈദ്യുതി നാമയോഗം. അപ്പോൾ കർണൻ്റെ ജീവിതാനുഭവം നമുക്കറിയാമല്ലോ. കർണൻ പിറന്നത് കൊണ്ടല്ല, ഈ നാമയോഗത്തിൽ കർണൻ പിറന്നു, അതായത് കർണൻ്റെ കർമ്മയാണ് അങ്ങനെ. അപ്പോൾ കർണൻ്റെ ജീവിതാനുഭവം എടുത്തു നോക്ക്. ചെറുപ്പത്തിൽ തന്നെ അനാഥമാക്കേണ്ടി വന്നു. സൂതപുത്രർ എന്നുള്ള ചീത്തപ്പേരെന്നല്ല, ഒരു താഴ്ത്തിക്കെട്ടിയുള്ള വർത്തമാനങ്ങളൊക്കെ അപമാനങ്ങൾ കേൾക്കേണ്ടി വന്നു. സ്വന്തമായി കഷ്ടപ്പെട്ടു, പഠിച്ചു. ആ ഗുരുവിൽ നിന്ന് തന്നെ തിരിച്ച് ശാപം കിട്ടാൻ കർമ്മയുണ്ടായി. അവസാനം തെറ്റായ റൂട്ടിലൂടെ സഞ്ചരിച്ച് ഒരു ദുഷ്ടന് പോയിട്ട് സഹായം ചെയ്യേണ്ടി വന്നു. ഈശ്വരനിൽ നിന്ന് പോലും നമ്മൾ ചതിക്കപ്പെടേണ്ട കർമ്മ ഉണ്ടായി.
ഇത് അനുഭവമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ നാമയോഗങ്ങളിൽ അനിഴം നക്ഷത്രത്തിൻ്റെ 4-ാം പാദത്തിലൊക്കെ ഒരു ആത്മാവ് ഇങ്ങോട്ട് പിറക്കുന്നുവെങ്കിലും നമ്മുടെ ജാതകത്തിൽ അനിഴം നക്ഷത്രത്തിൽ ഒരു ഗ്രഹം നിൽക്കുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് 4-ാം പാദത്തിൽ ഈ ആത്മാവ് മുജ്ജന്മത്തിൽ ശക്തമായിട്ടുള്ള ദോഷകർമ്മങ്ങൾ ചെയ്തു. അതുകൊണ്ട് അവർക്കിവിടെ ഡെവലപ്പ് ആകാനായിട്ട് പ്രയാസം വരും. നക്ഷത്രങ്ങളിൽ 17-ാമത്തെ നക്ഷത്രമാണ് അനിഴം നക്ഷത്രം. നാമയോഗങ്ങളിൽ 17-ാമത്തെ നാമയോഗമാണ് വ്യതിപാതം നാമയോഗം. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂടിയാൽ ഇവർ കഠിനമായ രീതിയിൽ ഹത്യാദോഷം മുജ്ജന്മത്തിൽ ചെയ്തിട്ടുണ്ട്. അതിന് പ്രായശ്ചിത്ത കർമ്മങ്ങൾ ചെയ്തില്ലെങ്കിൽ ഈ ആത്മാവിന് ഇവിടെ ഉയരാൻ പറ്റില്ല. ഒരുപാട് ദണ്ഡനങ്ങൾ, പ്രയാസങ്ങൾ, കോർട്ട് പ്രശ്നങ്ങൾ, ജയിലിൽ കിടക്കാനുള്ള അനുഭവങ്ങൾ, ദാമ്പത്യ ജീവിതത്തിലുള്ള ഭയങ്കരമായിരുന്ന അടി പിടി വഴക്ക് പ്രോബ്ലംസ് ഇതൊക്കെ ഇവർ ഫേസ് ചെയ്യാൻ വരും. ചില ആൾക്കാർ കടപ്രശ്നത്തിൽ പോയി പെട്ടിട്ട് കൊടുത്ത കാശ് തിരിച്ചു കിട്ടാണ്ട് വരും. മാനസികമായിട്ട് വളരെയേറെ വിഷമിക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെയുള്ള ആത്മാക്കൾക്ക് എത്ര പരിഹാരം ചെയ്താലും അമ്പലത്തിൽ പോയി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാൽ ഇവർക്ക് റിസൾട്ട് കിട്ടാൻ പ്രയാസമായിരിക്കും. ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ സൊസൈറ്റിക്ക് വേണ്ടി ഇവർ സേവനകർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. സമൂഹത്തിന് വേണ്ടി സേവനകർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ ഒരു പരിധിവരെ അവർക്ക് മാറ്റങ്ങൾ വരും. ഇപ്പോൾ ഞാൻ പറയാം, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനിഴം നക്ഷത്രത്തിൽ പിറന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് പേദോഷം കേൾക്കുന്നില്ലേ, എന്തോ ട്രെയിൻ സംബന്ധിച്ചൊക്കെയുള്ള ചില വംശഹത്യയൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ അപവാദങ്ങൾ കണ്ടു. ശരിയോ തെറ്റോ നമുക്കറിയില്ല. പക്ഷേ അനിഴം നക്ഷത്രത്തിൽ പിറന്ന ആളാണ്. ഇങ്ങനെയുള്ള പേരുദോഷം കേൾക്കാനുള്ള കർമ്മം അദ്ദേഹത്തിന് വന്നില്ലേ? അപ്പം അദ്ദേഹത്തിൻ്റെ സ്വജീവിതങ്ങൾ, അതായത് സുഖജീവിതങ്ങൾ, ലൗകിക ജീവിതങ്ങൾ ത്യജിച്ച് നാടിനു വേണ്ടിയുള്ള കർമ്മകാര്യങ്ങൾ ചെയ്യാൻ അവർ ശ്രമിക്കുമ്പോൾ അവർക്കതുകൊണ്ട് പ്രയോജനം ഉണ്ടാകും. അവനവൻ്റെ കർമ്മയിലേക്ക് ചിന്തിച്ചാൽ നാശങ്ങൾ ഭവിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ അനിഴം നക്ഷത്രം, വ്യതിപാതം നാമയോഗം, വൈദ്യുതി നാമയോഗം, അമാവാസി തിഥി, ഈ തിഥികളിൽ നമ്മളുടെ പാപകർമ്മങ്ങൾ നമ്മൾക്ക് ആക്ടിവേറ്റ് ആകും. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ പുണ്യകർമ്മങ്ങൾ ചെയ്യുകയും ദാനധർമ്മങ്ങൾ ചെയ്യുകയും ചെയ്താൽ നമ്മളുടെ പാപങ്ങൾ നമ്മളിൽ നിന്ന് ഇറങ്ങിപ്പോകുവാനായിട്ട് സഹായകരമാണ്. അനിഴം നക്ഷത്രത്തിൻ്റെ വൈനാശിക നക്ഷത്രമാണ് പൂരം നക്ഷത്രം. അപ്പം പൂരം നക്ഷത്രത്തിലും ഇവർ ദാനധർമ്മങ്ങൾ ചെയ്യണം. പുണ്യപ്രവർത്തികൾ ചെയ്താൽ നല്ല മാറ്റങ്ങൾ വരും. ഒരു കാരണവശാലും അനിഴം നക്ഷത്രത്തിൽ പിറക്കുന്ന വ്യക്തി പൂരം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുമായിട്ട് കണക്റ്റ് ആവല്ലേ. കാരണം അനിഴം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തി പൂരം നക്ഷത്രത്തിൽ പിറക്കുന്ന വ്യക്തിയോട് മുജ്ജന്മത്തിൽ നാശകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഒരുപക്ഷെ ഇവർ കാരണം പൂരം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തി ആത്മഹത്യ ചെയ്യാനോ അവരെ നശിപ്പിക്കാനോ കാരണമായിട്ടുണ്ടാവും. അനിഴം നക്ഷത്രത്തിൽ ചന്ദ്രൻ നിൽക്കുന്നത് കൊണ്ടാണ് അനിഴം നക്ഷത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് ചന്ദ്രദശാകാലം വളരെയേറെ ശ്രദ്ധിക്കണം. ചന്ദ്രദശാകാലത്ത് ഇവർ കെണിയിൽ പെട്ടുപോകാനായിട്ട് ഇവർക്കിടവരും. നമ്മളുടെ ജാതകത്തിൽ അനിഴം നക്ഷത്രത്തിൽ ഒരു ഗ്രഹം ഇരിക്കുന്നു എങ്കിൽ ആ ഗ്രഹം ഇരിക്കുന്ന ദശാകാലം നമുക്ക് വളരെയേറെ ദുരിതത്തെ തരും. നമ്മൾ പെട്ടുപോകാനായിട്ട് ഇടവരും. പിന്നെ നമ്മളുടെ ലഗ്നം അനിഴം നക്ഷത്രത്തിൽ ഇരുന്നാലും, ഇപ്പം നമ്മുടെ നക്ഷത്രം മറ്റൊരു നക്ഷത്രമായിരിക്കും, നമ്മളുടെ ലഗ്നം വന്ന് അനിഴം നക്ഷത്രത്തിൽ ഇരുന്നാലും ശാപം ഉണ്ട്. നമ്മളുടെ ലഗ്നാധിപനായ ഗ്രഹം അനിഴം നക്ഷത്രത്തിൽ ഇരുന്നാലും ശാപകർമ്മമുണ്ട്. ലഗ്നത്തിൻ്റെ 8-ാം ഭാവത്തിൽ ഗുളികൻ ഇരുന്നാലും മുജ്ജന്മത്തിൽ നമ്മൾ ഹത്യ ചെയ്തു. 8-ാം ഭാവാധിപനോട് ഗുളികൻ അണഞ്ഞാലും മുജ്ജന്മത്തിൽ ഹത്യ ചെയ്തു. വൃശ്ചികൻ രാശി തിഥിശൂന്യമായി വരുന്ന രാശികളിൽ പിറന്നാലും മുജ്ജന്മത്തിൽ ഹത്യ ചെയ്തു. അതായത് നവമി ദശമി തിഥിയിൽ ജനിച്ചവരും മുജ്ജന്മത്തിൽ ഹത്യ ചെയ്തിട്ടുണ്ട്. പിതൃശാപം വന്നവരാണ്.
ഇപ്പോൾ ശ്രീരാമൻ പറഞ്ഞത് നവമി തിഥിയിലാണ്. ബാലിയൽ ഒളിഞ്ഞു നിന്ന് അമ്പെയ്ത കൊന്ന കർമ്മ ഹത്യാശാപം. ദശരഥൻ ജനിച്ചത് ദശമിയിലാണ്. ഒരു കൊച്ചുകുട്ടിയെ തെറ്റിദ്ധരിച്ചുകൊണ്ട് അമ്പെയ്ത് കൊന്നു. ആ ശാപം, പിതൃശാപം വന്നു. അപ്പം നവമി ദശമി തിഥിയിൽ ജനിക്കുന്ന ആൾക്കാർക്ക് വൃശ്ചിക രാശി തിഥിശൂന്യ രാശിയായിട്ട് വരും. അപ്പം ഈ രണ്ട് തിഥികളിൽ പറഞ്ഞിരിക്കുന്ന ആൾക്കാരും മുജ്ജന്മത്തിൽ ഹത്യ ചെയ്തിട്ട് പിറന്നവരാണ്. മോക്ഷരാശികളിൽ മാറിയിരുന്നാലും ഹത്യ ചെയ്തവരാണ്. മോക്ഷരാശികൾ ഏതൊക്കെയാണ്? കർക്കിടകം, വൃശ്ചികം, മീനം. ഈ രാശികളിൽ നമുക്ക് ഗുളികൻ നിൽക്കുന്നുണ്ടെങ്കിലും നമ്മൾ മുജ്ജന്മത്തിൽ പാപം ചെയ്തു, കൊലപാതകം ചെയ്തു, നമ്മൾ കാരണം ഒരാൾ ഹത്യ ചെയ്തു, ഹത്യയാക്കപ്പെട്ടു. ഭരണി, പൂരം, പൂരാടം ഇതിൻ്റെ 4-ാം പാദത്തിൽ പിറന്നാലും 4-ാം പാദത്തിൽ ഒരു ഗ്രഹം ഇരുന്നാലും മുജ്ജന്മത്തിൽ ഹത്യ ചെയ്ത ശാപമുണ്ട്. മകയിരം, ചിത്തിര, അവിട്ടം ഈ നക്ഷത്രത്തിൻ്റെ 4-ാം പാദത്തിൽ ജനിച്ചാലും ഈ നക്ഷത്രത്തിൽ ഗ്രഹങ്ങൾ ഇരുന്നാലും മുജ്ജന്മത്തിൽ കൊലപാതകം ചെയ്ത ശാപമുണ്ട്. പൂയം, അനിഴം, ഉത്രട്ടാതി ഈ നക്ഷത്രത്തിൻ്റെ 4-ാം പാദത്തിൽ പിറന്നാലും ഈ നക്ഷത്രത്തിൽ ഗ്രഹങ്ങൾ ഇരുന്നാലും മുജ്ജന്മത്തിൽ ഇവർ കാരണം ഹത്യ സംഭവിച്ച ശാപമുണ്ടാവും. ഭരണി, പൂരം, പൂരാടം നമ്മളത് പറഞ്ഞു. 8-ാം ഭാവാധിപനോട് ഗുളികനിരുന്നാലും 12-ാം ഭാവത്തിൽ ഗുളികനിരുന്നാലും 12-ാം ഭാവാധിപനോടുകൂടി ഗുളികൻ യോഗം ചെയ്താലും മുജ്ജന്മത്തിൽ ഹത്യ ചെയ്തവരാണ്. അതുകൊണ്ട് ഈ ജന്മത്തിൽ നമ്മളുടെ പിന്നിൽ ഒരു നിഴലുണ്ടാകും. ആ പ്രേതശാപം നമ്മളെ തൊന്തരവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളുടെ ജാതകത്തിൽ ഗ്രഹങ്ങൾ എങ്ങനെ നിന്നെന്ന് പറഞ്ഞാലും ഈ കർമ്മ നമുക്ക് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ ഒരു കാര്യത്തിന് പോവാം, നമുക്ക് അനുകൂലമായിട്ട് കാര്യം നടക്കില്ല, അതിനകത്തിട്ട് വരയ്ക്കും. ഇന്ന് കിട്ടേണ്ട കാര്യം 10 ദിവസം കഴിഞ്ഞായിരിക്കും നടക്കുക. ഒരു ജോലിക്ക് കയറാൻ പോകുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കുന്ന പോലെ ഒരു കർമ്മയായിരിക്കില്ല നമുക്ക് വരിക. 1,00,000 രൂപ വരുമാനം കിട്ടാൻ കർമ്മയുണ്ട് എങ്കിൽ 10,000 രൂപയായിരിക്കും വരുമാനം ഉണ്ടാകുക. ഒരു വണ്ടിയെ കയറി ചെല്ലുമ്പോൾ സീറ്റ് കിട്ടത്തില്ല, ഒരു ബഹുമാനക്കുറവുണ്ടാവും. ഇതാണ് കർമ്മ നമ്മളെ ബാധിക്കുക, നമുക്ക് തൊന്തരവ് തന്നുകൊണ്ടിരിക്കും. എന്ന് നമ്മൾ നമ്മുടെ കർമ്മയെ നിവർത്തി ചെയ്യുന്നു, അപ്പോൾ മുതലായിരിക്കും നമുക്ക് നമ്മളുടെ പുണ്യകർമ്മം ആക്ടിവേറ്റ് ചെയ്യപ്പെടുക. അപ്പോൾ പാപങ്ങളെ ഹനിക്കണം, പുണ്യങ്ങളെ വർദ്ധിപ്പിക്കണം. അപ്പം ദാനധർമ്മങ്ങളും പുണ്യപ്രവർത്തനങ്ങളും ചെയ്യുകയും, ഞാൻ ഇത്രയും പറഞ്ഞ നക്ഷത്രങ്ങൾക്ക് പാപദോഷമുള്ളതുകൊണ്ട് ഈ നക്ഷത്ര ദിവസങ്ങളിൽ നമ്മൾ ദാനകർമ്മങ്ങൾ ചെയ്താൽ നമ്മളിൽ നിന്നും ആ ശാപകർമ്മങ്ങൾ നീങ്ങുവാനായിട്ട് ഇടയാകും. കാരണം ഈ സമയത്ത് ഈ പാപ ഊർജങ്ങളായിരിക്കും ആക്ടിവേറ്റ് ചെയ്യുക. ഇതിനെന്താണൊരു സൊല്യൂഷൻ? ഞാൻ മുജ്ജന്മത്തിൽ ചെയ്തു പോയി, എന്ത് ചെയ്യാൻ പറ്റും? അതിന് പരിഹാരം ചെയ്യാനേ എനിക്ക് പറ്റുള്ളൂ. ഒന്ന്, നമ്മൾ ഈ ആത്മാക്കൾക്ക് വേണ്ടി മോക്ഷപ്രാപ്തി കൊടുക്കാനുള്ള കർമ്മങ്ങൾ ചെയ്യണം. കാശിയിൽ ദർശനം ചെയ്യാം, ഗംഗയിൽ ഈ ആത്മാക്കൾക്ക് വേണ്ടി, നമ്മൾ കാരണം മുജ്ജന്മത്തിൽ മരണമടഞ്ഞുപോയ ഈ ആത്മാക്കൾക്ക് വേണ്ടി നമ്മുടെ സങ്കല്പത്തിൽ, നമ്മുടെ ചിന്തയിലൂടെ ഈ ആത്മാക്കൾക്ക് മോക്ഷം ഉണ്ടാകുന്ന പ്രാർത്ഥനയോടുകൂടി ഗംഗയിൽ ബലി കൊടുത്താൽ ഈ ശാപത്തിൽ നമുക്ക് മുക്തിയാകും. രാമേശ്വരത്ത് പോയി ബലിതർപ്പണാദികൾ ചെയ്താൽ ഈ മുജ്ജന്മത്തിൽ ചെയ്ത ശാപകർമ്മങ്ങൾക്കുള്ള ആത്മാക്കൾക്ക് ഗതി ഉണ്ടാകുന്നുള്ള പ്രാർത്ഥനയോടുകൂടി ബലിതർപ്പണാദി കാര്യങ്ങൾ ചെയ്താൽ മുക്തി ഉണ്ടാവും. ഇതിനെക്കാട്ടിലും ഒക്കെ സൂപ്പറായിട്ട് വേല ചെയ്യുന്നതാണ് തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം. തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രത്തിൽ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ അനിഴം നക്ഷത്രത്തിൽ അമാവാസി തിഥിയിലോ വൈദ്യുതി നാമയോഗത്തിലോ വ്യതിപാതം നാമയോഗത്തിലോ തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രത്തിൽ പോയി പിതൃക്കൾക്ക് വേണ്ടി ബലിയിടുകയും നമ്മളുടെ സങ്കല്പത്തിൽ ഞാൻ കാരണം
മുജ്ജന്മത്തിൽ മരണമടഞ്ഞു പോയ ആത്മാക്കൾക്ക് ഗതി ഉണ്ടാകണം എന്നുള്ള പ്രാർത്ഥനകളോടുകൂടി അവരെയും സങ്കല്പിച്ച് ബലിതർപ്പണാദി കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ കാരണം പൂർവ്വജന്മത്തിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത കൊലപാതകം ആ ആത്മാക്കൾ നമ്മളോട് ക്ഷമിച്ച ഈ കർമ്മത്തിൽ നിന്ന് നമുക്ക് മുക്തി കിട്ടാനായിട്ട് കാരണമാകും. ഇത് ഇന്ന് പോയി ചെയ്താൽ നാളെ കിട്ടുമെന്നല്ല പറഞ്ഞത്. 3 വർഷ കാലയളവ് ചെയ്താൽ ഈ ശാപത്തിൽ നിന്ന് ഈ ആത്മാവിന് റിലീസ് ഉണ്ടാവും. അപ്പോൾ തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ ചരിത്രം തന്നെ എടുത്തു നോക്കിയാൽ മനസ്സിലാവും. പരശുരാമസ്വാമി തൻ്റെ മാതാവിനെ വധിക്കാൻ കാരണമായി. ആ ശാപം നിവർത്തി ചെയ്ത സ്ഥലമാണ് തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം. അപ്പോൾ അവിടെ ബലിതർപ്പണാദി കാര്യങ്ങൾ ചെയ്താൽ ഉറപ്പായിട്ടും ഈ കൊലപാതകം ചെയ്ത ശാപം നമ്മളിൽ നിന്ന് മാറുവാനായിട്ടിടയാകും. ഇനിയും ധാരാളമായ കാര്യങ്ങളുണ്ട്. മറ്റ് വിഷയങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.